ഹരേ കൃഷ്ണ. ഇന്നലെ നമ്മൾ മന്ത്രങ്ങളെക്കുറിച്ചാണ് പറഞ്ഞത്. ഇനി സ്തോത്രത്തിനെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ വീണ്ടും അതെ, ഈ ഭഗവത് ആരാധനയ്ക്കായി കൊണ്ട് തന്നെയുള്ള ഒരു സങ്കല്പമാണ്, ഒരു ഈശ്വര സങ്കല്പം. അപ്പോൾ നമ്മൾ ഒരു ഉദാഹരണം പറയുകയാണെന്ന് വെച്ചാൽ ഉമാമഹേശ്വര സ്തോത്രമോ അല്ലെങ്കിൽ ഗണേശ പഞ്ചരത്ന സ്തോത്രമോ അല്ലെങ്കിൽ സഹസ്രനാമ സ്തോത്രങ്ങൾ. അപ്പോൾ അതൊക്കെ അതിൻ്റെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഒരു സീക്വൻസ് ആയിട്ട് സ്തുതികളാണ് പൊതുവെയായിട്ട് വരുന്നത്. ഭഗവാനെ വർണ്ണിക്കുക, ഭഗവാന്റെ പ്രത്യേകതകൾ എടുത്ത് പറയുക, ഭഗവാനെ നമസ്കരിക്കുക എന്നുള്ള ഭാവത്തിൽ. ഉമാമഹേശ്വര സ്തോത്രമൊക്കെ എടുത്ത് നോക്കിയ ഒരു ശ്ലോകങ്ങളുടെ ഒരു മാല്യം പോലെയാണ്, ഒരു കൂട്ടം സ്തുതികൾ പോലെ. അപ്പോൾ ആ ഒരു ശൈലിയിൽ, ഒരു സീക്വൻസിൽ, ഒരു മാല്യം പോലെ ഇങ്ങനെ സ്തുതികളായിട്ടുള്ള ഒരു ശൈലിയാണ് സ്തോത്രം കാണുക. സ്തോത്രത്തിന് വേറൊരു പ്രത്യേകത, അവിടെ ഈ വൃത്തത്തിനൊക്കെ പ്രാധാന്യമുണ്ട്. പ്രത്യേകിച്ച് ശ്ലോകങ്ങളായിട്ട് വരുന്ന സമയത്താണ് അത് അങ്ങനെ ഒരു പ്രത്യേകത വരുന്നത്. അപ്പോൾ സ്തോത്രത്തിനും അതേ ഈ പറഞ്ഞ പോലെ തന്നെ ഉച്ചാരണത്തിന് വളരെയധികം പ്രാധാന്യമുണ്ട്. അപ്പോൾ വിഷ്ണു സഹസ്രനാമത്തിനെ കുറിച്ചൊക്കെ പറയുകയാണെങ്കിൽ ചരകസംഹിതയിൽ എഴുതിയിട്ടുള്ള ഒരു കാര്യം കേട്ടിട്ടുണ്ട്. ചരകസംഹിത എന്ന് പറഞ്ഞാൽ ആയുർവേദത്തിൻ്റെ വളരെ പ്രത്യേകതയുള്ള ശ്രേഷ്ഠമായിട്ടുള്ളൊരു ഗ്രന്ഥമാണ് കേട്ടോ. അപ്പോൾ ആ ചരകസംഹിതയിൽ പറഞ്ഞിട്ടുണ്ടെന്ന് കേട്ടിട്ടുണ്ട്, ഒരു രോഗി അദ്ദേഹത്തിന് ചെയ്യേണ്ട ചികിത്സയൊക്കെ ചെയ്തിട്ടും യാതൊരു ഭേദവും കാണുന്നില്ല എന്നുള്ള അവസ്ഥയിൽ ഈ വിഷ്ണു സഹസ്രനാമം ഉച്ചരിക്കുകയാണെന്നുണ്ടെങ്കിൽ അത് അദ്ദേഹത്തിൻ്റെ അടുത്ത് ചെന്നിട്ട് വേറൊരു വ്യക്തി ഉച്ചരിച്ചാലും മതി. അങ്ങനെ ഉച്ചരിക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ ഉച്ചരിക്കുന്ന ആൾക്കും കേൾക്കുന്ന ആൾക്കും ഗുണമുണ്ടെന്നാണ് പറയുക. അപ്പോൾ അത് എങ്ങനെയാണെന്ന് വെച്ചാൽ വ്യക്തമായിട്ട് ശ്വാസോച്ഛ്വാസമൊക്കെ വേണ്ട രീതിയിൽ അക്ഷരസ്ഫുടതയോടുകൂടി ഉച്ചാരണശുദ്ധിയോടുകൂടി ഇത് ഉച്ചരിക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ വിഷ്ണു സഹസ്രനാമത്തിലെ ആ ശബ്ദങ്ങൾ അത് ഈ ഉച്ചരിക്കുന്ന ആൾക്കും കേൾക്കുന്ന ആൾക്കും അവരുടെ ശരീരത്തിലുള്ള നാഡീഞരമ്പുകൾ അതിനെ ശാന്തമാക്കണമെന്നാണ് പറയുന്നത്. നമ്മുടെ നെർവസ് സിസ്റ്റം പറയുമല്ലോ. അപ്പോൾ അതിലിങ്ങനെ പ്രശ്നങ്ങൾ ഇൻഫ്ലെയിം ആവുകയൊക്കെ ചെയ്യുന്ന സമയത്താണ് നമുക്ക് പലതരം വേദനകളൊക്കെ വരുന്നത്. അപ്പോൾ ഈ ഞരമ്പുകളെ ശാന്തമാക്കാൻ, ഈ നെർവ്സിനെ ശാന്തമാക്കാൻ ഈ വിഷ്ണു സഹസ്രനാമത്തിലെ ആ ശബ്ദത്തിന്, ഈ സീക്വൻസിൽ അത് കൃത്യമായിട്ട് കേട്ടോ വ്യക്തമായിട്ട് ആ ഉച്ചരിക്കുന്ന സമയത്ത് ഇങ്ങനെ ഒരു എഫക്റ്റ് അതിനുണ്ടാവണം എന്നാണ് പറയുന്നത്. അത്രയും മഹാത്മ്യമുണ്ടെന്ന് അർത്ഥം. അപ്പോൾ അതാണ് മന്ത്രവും സ്തോത്രവും അതിൻ്റെ ഒരു ബേസ് എടുത്ത് നോക്കുന്ന സമയത്ത് ഇങ്ങനെ ഒരു വ്യത്യാസമാണ് മനസ്സിലാക്കിയിട്ടുള്ളത്. ഇനി ഇതൊന്നുമല്ല നാമം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സംസ്കൃതത്തിൽ ശരിക്കും നാമത്തിൻ്റെ അർത്ഥം എന്ന് പറയുന്നത് പേരെന്നേ ഉള്ളൂ. ഭഗവത് നാമങ്ങൾ എന്ന് പറയുമ്പോൾ ഇപ്പോൾ നാരായണ നാമമുണ്ട്, രാമനാമുണ്ട്, അല്ലെ അങ്ങനെ അനേകം നാമങ്ങളുണ്ട്. അതിന് ഈ പറഞ്ഞ നിബന്ധനകളൊന്നും സാധാരണഗതിക്ക് പറയാറില്ല. ഏത് സന്ദർഭത്തിലും ഏത് അവസ്ഥയിലും ആർക്ക് വേണമെങ്കിലും ജപിക്കാം. അങ്ങനെ ജപിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ ഗുണം കാണിക്കുകയും ചെയ്യുന്നതാണ് നാമത്തിനെക്കുറിച്ച് പ്രത്യേകിച്ച് ഭാഗവതത്തിലൊക്കെ എടുത്ത് പറയുന്ന കാര്യമാണ്. അപ്പോൾ അങ്ങനെയാണ് ഈ ഒരു 3 കാര്യങ്ങളുടെ പിന്നിലുള്ള ആ ഒരു സയൻസ് എന്നാണ് മനസ്സിലാക്കിയിട്ടുള്ളത്. അത് ഈ പറഞ്ഞ പോലെയാണ്, ഈ ആഴത്തിൽ അറിയില്ല. അപ്പോൾ മനസ്സിലാക്കിയത് വെച്ചിട്ട് ആ ഒരു ചോദ്യത്തിനുള്ള മറുപടി പറഞ്ഞു എന്ന് മാത്രം. ഹരേ കൃഷ്ണ.